നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നിറയെ വാർത്തകളാണ് ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. തലക്കെട്ട് കണ്ട് മടങ്ങി വരാം. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉപകരണം കാണാതായ സംഭവത്തിൽ പ്രിൻസിപ്പലിന്റെ വാദങ്ങൾ പൊളിയുന്നു. DME റിപ്പോർട്ട് മറ്റന്നാൾ, കടുത്ത നടപടിയുണ്ടാകില്ല എന്ന് സൂചന. ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിച്ചേക്കും. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ളയിൽ അന്വേഷണം തുടങ്ങി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതി നൽകിയത് കർണാടക കോൺഗ്രസ്. എല്ലാ മണ്ഡലങ്ങളിലും പരിശോധന വേണമെന്ന ആവശ്യം. രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം. ഉത്തരാഖണ്ഡിലെ മിന്നൽ പ്രളയത്തിൽ 5ാം ദിവസവും കാണാതായ മനുഷ്യരുടെ കൃത്യമായ കണക്കില്ല. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. ഗംഗോത്രിയിൽ കുടുങ്ങിയ മലയാളികളടക്കമുള്ള വിനോദസഞ്ചാരികളെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. ഉത്തരകാശിയിൽ ഇന്ന് തീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ച. ഡൊണാൾഡ് ട്രംപ് വ്ളാഡിമിർ പുടിൻ കൂടിക്കാഴ്ച. 15-ന് ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രയേൽ നീക്കം അപകടകരമെന്ന UN. ഇന്ന് അടിയന്തര സുരക്ഷാ കൗൺസിൽ യോഗം. ISLന് മുൻപ് സൂപ്പർ കപ്പ് എന്ന ആശയത്തിൽ തൃപ്തരല്ലാതെ ക്ലബ്ബുകൾ. അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ കോടതിയിൽ പോയില്ലെങ്കിൽ സ്വന്തം നിലയിൽ പോകുമെന്ന് ക്ലബ്ബുകൾ. ISL ആദ്യം നടത്തണമെന്ന് ആവശ്യം. വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട പ്രതിസന്ധി തുടരുന്നതിനിടെ ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കും. യൂറോളജി വിഭാഗത്തിൽ ഉപകരണങ്ങൾ കാണാതായതിൽ DME തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകും. ഡോക്ടർ ഹാരിസിനെതിരെ കടുത്ത നടപടികൾ ഉണ്ടാകില്ലെന്നാണ് സൂചന. വിവരങ്ങളുമായി രജിത് കുമാർ ചേരുകയാണ്. രജിത്, മെഡിക്കൽ കോളേജിലെ ഈ ഉപകരണം കാണാതായതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ DMEയുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച നൽകാനിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഡോക്ടർ ഹാരിസിനെതിരെ കടുത്ത നടപടി ഉണ്ടാകില്ല എന്ന വിവരങ്ങൾ തന്നെയല്ലേ പുറത്തു വരുന്നത്? തീർച്ചയായും അത്തരത്തിലൊരു നിലപാടിലേക്കാണ് നീങ്ങുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോഴുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനമാണ്. ഇതിൽ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ വ്യക്തമായ ഒരു വാർത്താ സമ്മേളനം കഴിഞ്ഞ ദിവസം നടത്തിയിരുന്നു. അതിൽ അദ്ദേഹം വ്യക്തമാക്കിയത് കഴിഞ്ഞ ദിവസം കാണാതായ ഉപകരണം വീണ്ടും ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്നും കണ്ടെടുത്തു എന്നാണ് അദ്ദേഹം ഇന്നലെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. ഓഗസ്റ്റ് 2-ന് ഉപകരണം വാങ്ങിയതായുള്ള ബില്ല് സഹിതമാണ് കണ്ടെത്തിയത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അതും എന്നാൽ ഈ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം വ്യക്തമാക്കിയത്, ഈ ഫോട്ടോ പഴയ ഉപകരണത്തിന്റെ ഫോട്ടോയുമായി മാച്ചാകുന്നില്ല എന്ന തരത്തിലുള്ള ഒരു പ്രസ്താവന കൂടി അദ്ദേഹം ആ സമയത്ത് നടത്തുകയുമുണ്ടായിരുന്നു. ഒപ്പം തന്നെ ഡോക്ടറെ കുരുക്കിലാക്കുന്ന തരത്തിൽ ഡോക്ടറുടെ മുറിയിൽ ഒരാൾ കയറിയതിന്റെ, ഡോക്ടർ ഇല്ലാത്ത സമയത്ത് ഡോക്ടറുടെ മുറിയിൽ ഒരാൾ കയറിയതിന്റെ CCTV ദൃശ്യങ്ങളടക്കം പുറത്ത് ലഭിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങൾ ഉൾപ്പെടെ അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയത്. അതിനുശേഷം ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് കൃത്യമായി വായിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം ഉൾപ്പെടെ ഉന്നതരിൽ നിന്നും ഫോൺ വഴി ഇവർക്ക് ലഭിച്ച ശേഷം ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് കൃത്യമായി വായിക്കണമെന്ന് പ്രത്യേക നിർദ്ദേശം ഉൾപ്പെടെ ഉന്നതരിൽ നിന്നും ഫോൺ വഴി ഇവർക്ക് ലഭിക്കുന്നതും ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഡോക്ടറെ കുരുക്കുന്ന തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന സമയത്താണ് നിലവിൽ കാണാതായി പോയിട്ടുള്ള ഓസിലോസ്കോപ്പ് അല്ലെന്നും ആ ഓസിലോസ്കോപ്പ് അല്ല അവിടെ എത്തിയിട്ടുള്ളതെന്നും, അല്ലെങ്കിൽ പുതിയതായി അവിടെ കൊണ്ടുവച്ചിരിക്കുന്നത് ആ ഓസിലോസ്കോപ്പ് അല്ലെന്നും നെഫ്രോസ്കോപ്പ് ആണെന്നുമുള്ള ഒരു രീതിയിലുള്ള ഒരു വിവരങ്ങൾ മാധ്യമപ്രവർത്തകർ വഴി ലഭ്യമാകുന്നത്. പ്രധാനമായും ഈ ഉപകരണം നന്നാക്കുന്നതിനായി കൊടുത്തിട്ടുള്ള കൊച്ചിയിലെ സ്ഥാപനത്തിൽ നിന്നുള്ള സ്ഥാപന ഉടമയുടെ പ്രതികരണമാണ് ലഭ്യമാക്കിയത്. ആ പ്രതികരണത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെയും വ്യക്തമാക്കുകയും ചെയ്തത്. ഇതേ തുടർന്ന് വീണ്ടും ഈ ഉപകരണം നിലവിൽ ഹാരിസിൻ്റെ, അല്ലെങ്കിൽ ഹാരിസ് ഈ ഉപകരണം കടത്തി അതിനുശേഷം തിരികെ വെച്ചു എന്നുള്ള മെഡിക്കൽ
കോളേജ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള ആളുകളുടെയും വാദം പൊളിയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. എന്തുതന്നെയായാലും ഇത്തരത്തിൽ ഡോക്ടറെ കുരുക്കുന്നതിനുള്ള ഒരു ശ്രമം മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അടക്കം ഉണ്ടാകുന്നു എന്ന കാര്യത്തിൽ വ്യക്തമായ തെളിവുകൾ ഉൾപ്പെടെ ഇന്നലത്തെ ഫോൺ കോളുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവർക്കും തന്നെ മനസ്സിലാകാവുന്ന കാര്യമേ ഉള്ളൂ. എന്തുതന്നെയായാലും ഡോക്ടർ വളരെ മാനസിക സംഘർഷത്തെ തുടർന്ന് അദ്ദേഹം ജോലിയിൽ നിന്നും ഒരാഴ്ചത്തെ അവധിയെടുത്ത് കഴിഞ്ഞ ദിവസം പോയിരുന്നു. ആ ഒരാഴ്ചത്തെ അവധി ഇന്ന് അവസാനിക്കുകയാണ്. വീണ്ടും ഒരാഴ്ച കൂടി അദ്ദേഹം അവധിക്കായി ഒരു ശ്രമം നടത്തിയെങ്കിലും പിന്നീട് അത് വേണ്ടാന്ന് വെച്ചിരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് അദ്ദേഹം ജോലിയിൽ തിരികെ പ്രവേശിക്കുമെന്നും നമുക്ക് വ്യക്തമാകുന്നുണ്ട്. എന്തുതന്നെയായാലും ഡോക്ടർ ഹാരിസിനെ മെഡിക്കൽ കോളേജിലെ പ്രതിസന്ധികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ ക്ഷാമം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പുറത്തു പറഞ്ഞ ഡോക്ടർ ഹാരിസിനെ കൊടുക്കുന്നതിന് സർക്കാർ തലത്തിലും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജ് തലത്തിലും ഉണ്ടായിട്ടുള്ള ഒരു ഉള്ളുകളികൾ ആണ് കഴിഞ്ഞ ദിവസം വെളിവായത്. ഇന്ന് അവയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന് അതിനൊക്കെ മറുപടി ഇന്നലെ തന്നെ ഡോക്ടർ നൽകുകയും ചെയ്തതാണ്. ഉപകരണങ്ങൾ സംബന്ധിച്ച് താൻ ഉപകരണങ്ങൾ നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം അറ്റകുറ്റപ്പണികൾക്കായി നൽകിയിരുന്നു. എന്നാൽ അതിൽ കൂടുതൽ തുക 2 ലക്ഷത്തോളം രൂപ ചിലവാകുമെന്നതിനാൽ തന്നെ അത് ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞ് തിരികെ അയക്കുകയായിരുന്നു. ആ തിരികെ അയച്ച ഉപകരണമാണ് അവിടെ ഉള്ളത് എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഡോക്ടറും വ്യക്തമാക്കിയതാണ്. ഇതോടുകൂടി ഡോക്ടറെ കുരുക്കുന്നതിന് നടത്തിയിട്ടുള്ള നീക്കങ്ങളൊക്കെയും പൊളിയുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. എന്തുതന്നെയായാലും ഡോക്ടർ ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ ഈ നീക്കങ്ങളെല്ലാം ഈ ഉള്ളുകളികളെല്ലാം പൊളിഞ്ഞൊരു സാഹചര്യത്തിൽ എന്തായാലും DME തിങ്കളാഴ്ച റിപ്പോർട്ട് നൽകാനിരിക്കുകയാണല്ലോ. ഈ റിപ്പോർട്ടിൽ ഒരു വലിയ കടുത്ത നടപടി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കണം. അതോ ഇനിയും ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലുമൊക്കെ നുള്ളിപ്പിടിച്ച് കണ്ടുപിടിച്ച് സർക്കാർ കൊണ്ടെത്തിക്കും? തീർച്ചയായും നമുക്കറിയാം ഈ ഒരു ഡോക്ടർ എന്ന നിലയിൽ തന്നെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുകയും തുടർന്ന് തനിക്ക് സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ അവ വിളിച്ചു പറയുകയും ചെയ്തു എന്നൊരു തെറ്റ് മാത്രമാണ് നിലവിൽ ഹാരിസ് ചെയ്തിട്ടുള്ളത്. മറ്റു ഡോക്ടർമാർ ഭയക്കുന്ന രീതിയിൽ ഭയക്കുമ്പോൾ തനിക്ക് പറ്റിയിട്ടുള്ള അല്ലെങ്കിൽ തനിക്ക് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വിളിച്ചു പറഞ്ഞു എന്നൊരു തെറ്റ് മാത്രമാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എന്തിനായാലും ഈ നേരത്തെ അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണങ്ങൾ ശക്തമാവുകയും അദ്ദേഹത്തിനെതിരെ കടുത്ത നടപടികളിലേക്ക് പോകില്ല എന്നൊക്കെ പറയുകയും ചെയ്തിരുന്നുവെങ്കിലും അതിനുശേഷമാണ് ഈ മോഷണക്കുറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തിന് മേൽ ചാർത്തി കൊടുക്കുന്നതിനുള്ളൊരു ശ്രമം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ അവയൊക്കെ അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം തിരികെ എത്തുന്നു എന്നതാണ്. അതേ സമയത്ത് തന്നെയാണ് ഇപ്പോൾ ആ ഉപകരണം കാണാതായതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ട് ഉൾപ്പെടെ തിങ്കളാഴ്ച DME നൽകാനിരിക്കുന്നത്. അതിൽ ഏത് തരത്തിലുള്ള നിലപാടായിരിക്കും സ്വീകരിക്കുക എന്നത് ഇനി കാണേണ്ടതാണ്. കഴിഞ്ഞ തവണ യാതൊരു തരത്തിലുള്ള നടപടിയും സ്വീകരിക്കില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിനോട് കാരണം കാണിക്കൽ നോട്ടീസ് അടക്കം നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ ഏത് തരത്തിലുള്ള റിപ്പോർട്ട് ആയിരിക്കും നൽകുക എന്ന് നിലവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് വലിയ ഡോക്ടർക്ക് വലിയ കുഴപ്പമുണ്ടാകുന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടിലേക്ക് കാര്യങ്ങൾ നീങ്ങില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹത്തെ ഇനി ഏത് തരത്തിൽ ഇവർ കൊടുക്കും എന്നത് സംബന്ധിച്ച് തിങ്കളാഴ്ച റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ മനസ്സിലാകുകയുള്ളൂ. കാരണം നടപടിയാണ്. എന്തായാലും ഈ ഉപകരണം കാണാതായ വിഷയത്തിൽ ഇനി എന്തായാലും ഒരു കൂടുതൽ അന്വേഷണം ഉണ്ടാകില്ല എന്ന റിപ്പോർട്ടുകൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നുണ്ട്. ഏത് നടപടിയായിരിക്കും? തീർച്ചയായും ഈ ഒരു ഉപകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വ്യക്തത ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഈ ഉപകരണം ഉപയോഗിക്കാൻ അറിയാൻ മേലാതിന് ഓസിലോസ്കോപ്പ് എന്ന് പറയുന്ന ഉപകരണം ഉപയോഗിക്കാൻ ഡോക്ടർമാർക്ക് വേണ്ട രീതിയിലുള്ള പരിശീലനം ലഭിച്ചിട്ടില്ല എന്ന് നേരത്തെ തന്നെ ഡോക്ടർ ഹാരിസ് വ്യക്തമാക്കുകയാണ്. ഉപകരണം മാറ്റിവെച്ചിരിക്കുകയാണ് എന്നും അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ കിട്ടിയ പുതിയ ഉപകരണം ഓസിലോസ്കോപ്പ് ആണ് എന്ന തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ ആദ്യം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ അടക്കം വാർത്താ സമ്മേളനത്തിൽ പറയുകയായിരുന്നു. എന്നാൽ പിന്നീട് അത് നെഫ്രോസ്കോപ്പ് ആണ് എന്ന വിവരം വ്യക്തമാവുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്നും നമുക്കറിയാം ഈ ഉപകരണം കാണാതായതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പക്ഷേ ഡോക്ടർക്ക് കുഴപ്പമുണ്ടാകുന്ന തരത്തിലുള്ള റിപ്പോർട്ട് ആയിരിക്കില്ല നിലവിൽ നൽകുക. കാരണം അത്തരത്തിലുള്ള പിന്തുണ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് എന്ന ഒരു ബോധത്തോടു കൂടിയുള്ള ഒരു റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. എന്തുതന്നെയായാലും അത് തിങ്കളാഴ്ച പുറത്തു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ കഴിയൂ. എന്തായാലും ഡോക്ടർ ഹാരിസിനെ സംശയത്തിൻ്റെ മുൾമുനയിൽ നിർത്തിയ ആ കണ്ടെത്തലിൽ നിർണായകമായ വഴിത്തിരിവ് ഉണ്ടായിരിക്കുകയാണ്. ഒരാഴ്ചത്തെ അവധിക്ക് ശേഷം ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഇന്ന് തിരികെ ജോലിയിൽ പ്രവേശിക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. എന്തായാലും
DMEയുടെ റിപ്പോർട്ട് തിങ്കളാഴ്ച നൽകും. റിപ്പോർട്ടിന്മേൽ ഇനി തുടരന്വേഷണം അത്തരത്തിലേക്കൊന്നും കൂടുതലായി പോകുന്നില്ല. അങ്ങനെ ഒരു അന്വേഷണം നടത്തി മുഖം നഷ്ടപ്പെടുത്താൻ അല്ലെങ്കിൽ വീണ്ടും ഒരു നാണക്കേടിലേക്ക് സർക്കാർ നീങ്ങില്ല എന്ന് തന്നെയാണ് ഏറ്റവും ഒടുവിലായി വരുന്ന വിവരങ്ങൾ. രജിത്താണ് വാർത്തയുമായി ചേർന്നത്. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ കെട്ടിട ഭാഗം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച തലയോലപ്പറമ്പ് ഉമ്മാംകുന്ന് സ്വദേശിനി ബിന്ദുവിന്റെ കുടുംബത്തിന് സർക്കാർ പ്രഖ്യാപിച്ച സഹായധനം മന്ത്രി VN വാസവൻ കൈമാറി. വെള്ളിയാഴ്ച ബിന്ദുവിന്റെ വീട്ടിലെത്തിയാണ് മന്ത്രി 10 ലക്ഷം രൂപയുടെ ചെക്ക് ബിന്ദുവിന്റെ ഭർത്താവ് K വിശ്രുതൻ, അമ്മ സീതമ്മ, മകൻ നവനീത് എന്നിവർക്ക് കൈമാറിയത്. ബിന്ദുവിന്റെ മരണത്തെ തുടർന്ന് അടിയന്തര സഹായധനമായി 50,000 രൂപ സർക്കാർ നേരത്തെ നൽകിയിരുന്നു. ബിന്ദുവിന്റെ മകൾ നവമി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിലാണ്. ബിന്ദുവിന്റെ മകൻ നവനീതിന് ദേവസ്വം ബോർഡിൽ ജോലി നൽകാൻ മന്ത്രിസഭയുടെ ശുപാർശ പ്രകാരം ദേവസ്വം ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട്. MG സർവകലാശാലയ്ക്ക് കീഴിലുള്ള കോളേജുകളിലെ NSS യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ ബിന്ദുവിന്റെ വീടിന്റെ നിർമ്മാണം ശനിയാഴ്ച തുടങ്ങും. രാഹുൽ ഗാന്ധി ഉന്നയിച്ച വോട്ട് കൊള്ളയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അന്വേഷണം തുടങ്ങി. കർണാടക കോൺഗ്രസിന്റെ പരാതിയിലാണ് നടപടി. എല്ലാ മണ്ഡലങ്ങളിലും പരിശോധന വേണമെന്നാണ് ആവശ്യം. അതേസമയം BJPക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധത്തിന് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലും കർണാടക, മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലും ക്രമക്കേട് നടന്നുവെന്നാണ് രാഹുലിന്റെ ആരോപണം. ഉത്തരാഖണ്ഡിലെ ഉത്തരകാശിയിൽ മിന്നൽ പ്രളയത്തിൽ കാണാതായവരുടെ കൃത്യമായ കണക്കില്ല. 9 സൈനികരും നാട്ടുകാരുമടക്കം 16 പേരെ കാണാനില്ല എന്നാണ് ദുരന്ത നിവാരണ അതോറിറ്റി പറയുന്നത്. 100-ലേറെ പേർ മണ്ണിനടിയിൽ അകപ്പെട്ടിരിക്കാമെന്ന് നാട്ടുകാരും പറയുന്നു. 5 മരണമാണ് സ്ഥിരീകരിച്ചത്. ഗംഗോത്രിയിൽ കുടുങ്ങിയ മലയാളികളടക്കമുള്ള വിനോദസഞ്ചാരികളെ ഹെലികോപ്റ്ററിൽ സുരക്ഷിത സ്ഥലങ്ങളിലേക്ക് മാറ്റി. മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താനായി അത്യാധുനിക യന്ത്രങ്ങൾ ഉപയോഗിച്ച് തിരച്ചിൽ തുടരുകയാണ്. ഉത്തരകാശി ധരാലി റോഡ് പുനഃസ്ഥാപിക്കാനുള്ള ശ്രമവും ബെയിലി പാല നിർമ്മാണവും തുടരുന്നു. 128 പേരെയാണ് രക്ഷപ്പെടുത്തിയത്. യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ഓഗസ്റ്റ് 15 റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി ചർച്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 10 വർഷത്തിന് ശേഷമാണ് റഷ്യൻ പ്രസിഡന്റ് US സന്ദർശിക്കുന്നത്. ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത്. കിഴക്കൻ യുക്രൈനിലെ 2 പ്രവശ്യകൾ റഷ്യയ്ക്ക് വിട്ടുകൊടുത്തുകൊണ്ടുള്ള സമാധാന കരാർ US പിന്തുണയോടെ ഒരുങ്ങുന്നുവെന്നാണ് റിപ്പോർട്ട്. എന്നാൽ ഈ റിപ്പോർട്ട് വൈറ്റ് ഹൗസ് തള്ളിയിട്ടുണ്ട്. ഗാസ പിടിച്ചെടുക്കാനുള്ള ഇസ്രയേൽ നീക്കം അപകടമാണെന്ന് UN ഇന്ന് അടിയന്തര സുരക്ഷാ കൗൺസിൽ യോഗം ചേരും. ഇസ്രയേലിന് ട്രംപിന്റെ പിന്തുണയുണ്ട്. ഗാസ പിടിച്ചെടുക്കാനുള്ള നീക്കത്തെ അപലപിച്ച് സൗദിയും ജോർദാനും രംഗത്തെത്തിയിട്ടുണ്ട്. ഗാസ പിടിച്ചെടുക്കാൻ സുരക്ഷാ ക്യാബിനറ്റ് അനുമതി നൽകിയതായാണ് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് അറിയിച്ചിട്ടുള്ളത്. എന്നാൽ ഗാസയുടെ നിയന്ത്രണം പൂർണ്ണമായി കൈയടക്കുന്നതിൽ സൈന്യത്തിന് വിയോജിപ്പുണ്ട്. ഈ നീക്കം ഹമാസിന്റെ കൈവശമുള്ള ബന്ധികളുടെ ജീവൻ അപകടത്തിലാക്കുമെന്നാണ് ആശങ്ക. ഗാസ പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് ഹമാസ് ഇസ്രയേലിന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. അധിനിവേശത്തിന് മുന്നിൽ കീഴടങ്ങാൻ തയ്യാറല്ല എന്നും ഹമാസ് വ്യക്തമാക്കി. CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനം. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെയും CPM-നെതിരെയും സർക്കാർ നിലപാടുകൾക്കെതിരെയും രൂക്ഷ വിമർശനമാണ് ഇന്നലത്തെ പൊതുചർച്ചയിലുണ്ടായത്. പ്രവർത്തന റിപ്പോർട്ടിന്മേൽ ഇന്ന് ചർച്ച നടക്കും. വിവരങ്ങളുമായി രഞ്ജിത്ത് ചേരുകയാണ്. രഞ്ജിത്ത്, ജില്ലാ സെക്രട്ടറി മാങ്കോട് രാധാകൃഷ്ണൻ തുടരാനുള്ള ഒരു സാധ്യത തന്നെ ഉണ്ടല്ലോ അല്ലേ? ഒപ്പം ഈ ബിനോയ് വിശ്വത്തിന്, സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനും ഒപ്പം CPM-നെതിരെയും വലിയ രീതിയിലുള്ള രൂക്ഷമായ വിമർശനമാണല്ലോ സമ്മേളനത്തിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും ഈ കഴിഞ്ഞ 3 ദിവസമായി ഇന്നാണ് സമാപനം. CPI സംസ്ഥാന തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിൻ്റെ സമാപനം ഇന്നാണ്. ഇന്നലെ നടന്ന രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലാണ് രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നു വന്നത്. അത് സർക്കാരിനെതിരെയും ഒപ്പം തന്നെ CPM-നെതിരെയും ഒപ്പം തങ്ങളുടെ തന്നെ വകുപ്പുകൾക്കെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് നേതാക്കൾ ഒപ്പം തന്നെ പ്രതിനിധികൾ ഉയർത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ നടന്ന ചർച്ചയിലടക്കം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിനെതിരെ ഉൾപ്പെടെയുള്ള ആരോപണങ്ങളും ഒപ്പം തന്നെ അദ്ദേഹത്തിനെതിരെ
ഉൾപ്പെടെയുള്ള വിമർശനങ്ങളും ഉയർന്നു വന്നു എന്നതാണ് ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ ബിനോയ് വിശ്വത്തിനെതിരെ പല സമയങ്ങളിലും പല നിലപാടുകളിലും അദ്ദേഹം ഹാലിളകിയതുപോലെ പ്രവർത്തിക്കുന്നു എന്നാണ് നേതാക്കൾ ഈ ചർച്ചയിൽ ഉയർത്തിക്കൊണ്ട് വന്നത്. ഒപ്പം തന്നെ പാർട്ടിക്കെതിരെയും ഒപ്പം CPM-നെതിരെയും അതുപോലെ തന്നെ സർക്കാരിനെതിരെയും രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർത്തിയത്. പലപ്പോഴും CPM-ന്റെ പല നേതാക്കളെയും കാണുമ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് മുട്ടിടിക്കുകയാണ്, CPI-യുടെ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർക്ക് മുട്ടിടിക്കുകയാണ് എന്നാണ് ഈ ചർച്ചയിൽ നേതാക്കൾ ഉയർത്തിയ മറ്റൊരു കാര്യമുള്ളത്. ഒപ്പം തന്നെ CPM-ന് പാർട്ടിയിലും അതുപോലെ തന്നെ സർക്കാരിലുമൊക്കെ CPM-നുള്ള ഒരു അപ്രമാദിത്വം അത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടാണ് നേതാക്കൾ പറഞ്ഞത്. പ്രധാനമായും രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിലായിരുന്നു ഈ കാര്യങ്ങൾ ഉയർന്നു വന്നത്. എന്നാൽ തങ്ങളുടെ തന്നെ വകുപ്പുകളായിട്ടുള്ള ഭക്ഷ്യവകുപ്പിനെയും അതുപോലെ തന്നെ കൃഷി വകുപ്പിനുമെതിരെയും മന്ത്രിമാർക്കെതിരെയുമുള്ള ആരോപണങ്ങൾ അവർ ഉയർത്തുകയും ചെയ്തു. കൃത്യമായി വില നിയന്ത്രണത്തിലടക്കം ഇടപെടാൻ 13 അവശ്യ സാധനങ്ങളുടെ അടക്കമുള്ള വില നിയന്ത്രണത്തിൽ ഇടപെടുന്നതിന് മന്ത്രി GR അനിലിന് കഴിയുന്നില്ല എന്നൊരു നിലപാട് ചർച്ചയിൽ ഉയരുകയും ചെയ്തു. കൃത്യമായ ചോദ്യം ചെയ്യലുകൾ പോലെയായിരുന്നു ചർച്ചയിൽ ഇക്കാര്യങ്ങൾ ഉയർന്നു വന്നത്. കാരണം എന്തുകൊണ്ടാണ് വെളിച്ചെണ്ണ വില കൂടുതലായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ നിയന്ത്രിക്കാൻ പോലും മന്ത്രിക്ക് കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കേരയിൽ നിന്ന് തന്നെ വെളിച്ചെണ്ണ വാങ്ങണമെന്നൊരു നിർബന്ധം എന്തുകൊണ്ട് മന്ത്രി അല്ലെങ്കിൽ വകുപ്പ് തുടരുന്നു എന്ന ചോദ്യങ്ങൾ ഉൾപ്പെടെ ഉയർന്നു വരികയും ചെയ്തു. കൃഷി വകുപ്പിൻ്റെ കാര്യത്തിൽ ജനങ്ങളുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു വകുപ്പ് കൂടിയാണ് കൃഷി വകുപ്പ്. അവിടെ ഹോർട്ടികോർപ്പിൽ പൊതുവിപണിയിലുള്ളതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് സാധനങ്ങൾ വാങ്ങേണ്ട ഒരു സാഹചര്യമാണ് ഉള്ളത്. ആ ഒരു സാഹചര്യം എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യങ്ങളൊക്കെയും ഇതിനകത്ത് ഉയർന്നു വരികയും ചെയ്തു. നിലവിൽ ഇത്തരം കാര്യങ്ങളൊക്കെയും വിശദമായി തന്നെ ഇന്നലത്തെ രാഷ്ട്രീയ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയിൽ ഉയർന്നു വന്നു എന്നതാണ് ഈ ചർച്ചയിൽ ഉയർന്നു വരികയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇന്ന് പ്രധാനമായും ഉണ്ടാകുന്നത് പാർട്ടിയുടെ പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയാണ് ഇന്ന് നടക്കുക. അതിനു മുമ്പ് തന്നെ ഇന്നലെ ഉണ്ടായിട്ടുള്ള ചർച്ചയിൽ പ്രധാനമായും പറഞ്ഞ പ്രായപരിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ ഉയർന്നു വന്നു. അതിൽ തന്നെ മുതിർന്ന നേതാക്കളായിട്ടുള്ള KE ഇസ്മായിലിനെ, C ദിവാകരൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ പ്രായപരിധി ഉയർത്തിക്കൊണ്ട് വരുന്നത് എന്ന കാര്യം നേതാക്കൾ ആരോപിക്കുകയും ചെയ്തു. നിലവിൽ ഇന്ന് പ്രവർത്തന റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയായിരിക്കും ഉണ്ടാവുക. ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള മാങ്ങൂർ രാധാകൃഷ്ണനാണ് ഇപ്പോഴും തുടരുന്നത്. അദ്ദേഹം തന്നെ ഒരു പക്ഷേ ഈ സമ്മേളനത്തിന് ശേഷവും സെക്രട്ടറിയായി തന്നെ തുടരാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്ത് തന്നെയായാലും ഇന്ന് ഇതിന് സമാപനമാകുകയാണ്. വൈകിട്ട് പൊതുസമ്മേളനത്തോടുകൂടി CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് സമാപനമാകും. 25ാമത് പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായിട്ടുള്ള ജില്ലാ സമ്മേളനമാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. രജിത്താണ് വിവരങ്ങളുമായി ചേർന്നത്. വൈക്കത്ത് നടക്കുന്ന CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പ്രതിനിധി സമ്മേളനം ഇന്ന് ആരംഭിക്കും. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം P സന്തോഷ് കുമാർ MP പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 11 മണ്ഡലങ്ങളിൽ നിന്നായി 325 പ്രതിനിധികൾ പങ്കെടുക്കും. ഉദ്ഘാടനത്തെ തുടർന്ന് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കും. തുടർന്ന് ചർച്ച നടക്കും. ഞായറാഴ്ച പുതിയ ജില്ലാ കൗൺസിൽ ഭാരവാഹികളെയും സെക്രട്ടറിയെയും തെരഞ്ഞെടുക്കും. ക്ലാസ് മുറികളിലെ പരമ്പരാഗതമായ ഇരിപ്പിട രീതി മാറ്റുന്നതിനെക്കുറിച്ച് വിദ്യാഭ്യാസ മന്ത്രി പറയുമ്പോൾ 10 വർഷം മുൻപ് ഈ രീതി നടപ്പാക്കിയ ഒരു സ്കൂളുണ്ട്. കോഴിക്കോട് കൊടുവള്ളിയിൽ CQ പ്രീ സ്കൂളാണ് വർഷങ്ങളായി U-ഷേപ്പ് ക്ലാസ് മുറികൾ ഒരുക്കി മുന്നോട്ട് പോകുന്നത്. പുതിയ U-ഷേപ്പ് സംവിധാനം വിദ്യാർത്ഥികളും അധ്യാപകരും തമ്മിലുള്ള ആശയവിനിമയം മെച്ചപ്പെടുത്താനും കൂടുതൽ ഊർജ്ജസ്വലമായ പഠനാന്തരീക്ഷം സൃഷ്ടിക്കാനും സഹായിക്കുമെന്നതാണ് ഇവരുടെ അനുഭവം. ബാക്ക് ബെഞ്ച് എന്ന പഴയ സങ്കല്പത്തെ പുതുക്കി പണിയണമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പറയുന്നത്. U-ഷേപ്പിലുള്ള വിദ്യാഭ്യാസ മന്ത്രിയുടെ കാഴ്ചപ്പാടിലുള്ള ക്ലാസ് മുറിയാണിത്. നമുക്ക് ഈ ക്ലാസ് മുറിയെയും ഒപ്പം ഈ സ്കൂളിനെയും ഒന്ന് പരിചയപ്പെടാം. എന്താണ് ഈ U-ഷേപ്പ് ക്ലാസിൻ്റെ പ്രത്യേകതകളെന്ന് നമ്മളോട് പറയാനായിട്ട് CQ പ്രീ സ്കൂളിൻ്റെ അക്കാദമിക് അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ഇല്യാസ് അബ്ദുള്ളയുണ്ട്. എന്താണ്, എത്ര വർഷമായിട്ട് ഇങ്ങനെ ഈ ക്ലാസ് ഉണ്ട്? ഈ രൂപത്തിൽ നമ്മൾ തുടക്കം മുതലേ പിന്തുടർന്നു പോരുന്ന രീതിയാണ് ഇങ്ങനെയുള്ളൊരു ഇരുത്തവും സമ്പ്രദായങ്ങളൊക്കെ. നമ്മൾ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമുക്ക് മനസ്സിലാക്കിയിട്ടുള്ള ഏറ്റവും വലിയൊരു വിഷയം കുട്ടികളെ ശാരീരികമായി പിറന്തള്ളപ്പെടാതിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു ഇരുത്തം ഇരിക്കുമ്പോൾ ആരും ബാക്ക് ബെഞ്ചസ് ആവുന്നില്ല, മുൻ ബെഞ്ചസ് ആവുന്നില്ല, ഞാൻ ബാക്കിലായി പോകുന്നില്ല എന്നുള്ള ഫീലിംഗ് ഇല്ല. ഇങ്ങനെ ബാക്ക് ബെഞ്ച് ആവാതിരിക്കുക, മുൻ ബെഞ്ച് ആവാതിരിക്കുക എന്നതിനപ്പുറം
മാനസികമായിട്ടും കുട്ടികൾ പിന്തള്ളപ്പെട്ടു പോകാതിരിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റ് പാലിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ മുന്നിലാണ് ഇരിക്കുന്നത്, ഡെസ്ക് പിറകിലാണ്. ഈ ഒരു ആശയം എങ്ങനെയാണ്? നമ്മുടെ പാരമ്പര്യ ക്ലാസ് റൂം സങ്കല്പം അനുസരിച്ചുള്ള ഒരു ക്ലാസ് റൂം അല്ല യഥാർത്ഥത്തിൽ നമ്മൾ ഇവിടെ പിന്തുടരുന്നത്. ഇങ്ങനെ ബെഞ്ചിനെയും ഡെസ്കിനെയും ആശ്രയിച്ചിരിക്കുക എന്നത് തന്നെ വളരെ അപൂർവമായിട്ടാണ് ഈ ക്ലാസ് റൂമിൽ സംഭവിക്കുന്നത്. വളരെ ചില ആക്ടിവിറ്റികൾ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മുടെ കുട്ടികൾ ബെഞ്ചിലും ഡെസ്കിലും ഇരിക്കുന്നത്. മിക്ക സമയത്തും ഇവർ ഈ ബെഞ്ചിലോ ഡെസ്കിലോ ഇരിക്കാതെ പുറത്താണുള്ളത്. നമ്മൾ ഔട്ട്ഡോർ ആക്ടിവിറ്റീസായാലും ഇൻഡോർ ആക്ടിവിറ്റീസായാലും അവർക്ക് വരയ്ക്കാനും എഴുതാനും ഉള്ളത് ഫ്ലോറിൽ വെച്ചും അല്ലാതെയുമാണ് എഴുതുന്നത്. ഇനി എഴുത്ത് ഡെസ്കിൽ ആവശ്യമുള്ള സമയത്ത് തന്നെ നമ്മളെല്ലാവരെയും ഒരേ സമയം നമ്മൾ പിന്തിരിഞ്ഞിരുത്തി ആ രൂപത്തിൽ ഡെസ്കിലേക്ക് എഴുതുന്ന സമ്പ്രദായമാണ് നമ്മൾ പിന്തുടർന്ന് പോരുന്നത്. ഓരോ വർഷവും കുട്ടികളുടെ മാനസിക ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ തന്നെ മാറുന്നുണ്ട്. അതിനകത്ത് പുതിയ പഠനങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് ഈ ഒരു മേഖലയിൽ 10 വർഷമായിട്ട് ഉള്ള ഒരാളെന്നുള്ള രൂപത്തിൽ തോന്നുന്നത്? നമ്മുടെ കുട്ടികളുടെ ശാരീരിക വികസനം, മാനസിക വികസനം, ഭൗതിക വികസനം, സോഷ്യോ ഇമോഷണൽ വികസനം ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് കുട്ടികളുടെ ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് മുൻനിർത്തിയുള്ള വിദ്യാഭ്യാസ സമ്പ്രദായമാണ് GQ നടപ്പാക്കുന്നത്. ഈ സമ്പ്രദായം തന്നെയാണ് ലോകത്തെമ്പാടും ഇപ്പോൾ ഡെവലപ്ഡ് കൺട്രീസിലടക്കം കാലങ്ങളായി നടന്നു വരുന്നത്. ഇതാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് വരേണ്ട മാറ്റം എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ കാഴ്ചപ്പാട് തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ്. 100% സ്വാഗതാർഹമാണ്. അതോടൊപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് കേവലം ഒരു ബാക്ക് ബെഞ്ച് മുൻബെഞ്ച് സമ്പ്രദായം, ഒരു ഫിസിക്കലായിട്ട് ശാരീരികമായിട്ട് കുട്ടികൾ മുന്നിലാണോ പിന്നിലാണോ എന്നതിനപ്പുറം ഇത് മാനസികമായിട്ട് കൂടെ കുട്ടികളുടെ മുന്നിൽ പിന്നിൽ തരംതിരിവില്ലാതിരിക്കാനാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ക്ലാസ് മുറിയിൽ ഇപ്പം എത്ര കുട്ടികളാണ് ഇവിടെ ഉള്ളത്? GQ സമ്പ്രദായം അനുസരിച്ച് നമുക്ക് 27 കുട്ടികളാണ് ഒരു ക്ലാസ് റൂമിൽ നമുക്ക് മാക്സിമം നമ്മുടെ സ്ട്രെങ്ത്ത്. ആ 27 കുട്ടികൾക്ക് 3 ടീച്ചേഴ്സ് എന്ന കൺസെപ്റ്റ് കഴിഞ്ഞ 10-11 വർഷമായിട്ട് നമ്മൾ പരിപാലിച്ച് പോരുന്നുണ്ട്, നിലനിർത്തിക്കൊണ്ട് പോരുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്ട്രെങ്ത് എന്ന് പറയുന്നത് 25 ഫീറ്റ് അടിയും നീളമാണ്. നമ്മൾ മിനിമം പറയുന്നത് ഒരു ക്ലാസ്സിന് 25 ഫീറ്റ് അടിയും 25 ഫീറ്റ് 25 സ്ട്രെങ്ത്താണ് നമ്മൾ പറയുന്നത്. പക്ഷേ നമ്മുടെ ഈ ക്ലാസ് റൂം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും 30-25 അപ്പോൾ മിനിമം നമ്മുടെ ഒരു ക്ലാസ് റൂം 25 വേണമെന്നാണ് നമുക്ക് നിർദ്ദേശിക്കാനുള്ളത്. എന്തായാലും ഭാവിയിലെ വിദ്യാഭ്യാസ മേഖലയിൽ സമഗ്ര പരിഷ്കാരത്തിന് ഉതകുന്ന ഒരു നിർദ്ദേശം തന്നെയാണ് മന്ത്രി മുന്നോട്ട് വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് 10 വർഷത്തെ അനുഭവത്തിൽ നിന്നും CQ സ്കൂളിന് പറയാനുള്ളത്. കൂടുതൽ കുട്ടികൾ വരുമ്പോൾ ഇതൊക്കെ എങ്ങനെ പ്രാബല്യത്തിലാകുമെന്നൊരു ചോദ്യമാണ് സ്വാഭാവികമായും ഉയരുന്നത്. എന്തായാലും അതിനുള്ള വഴിയും കണ്ടുപിടിച്ചേ മതിയാകൂ. മറ്റു വാർത്തയിലേക്കാണ്. ശ്വേതാ മേനോന് പിന്തുണയുമായി സംവിധായകൻ വിനയൻ രംഗത്ത്. ശ്വേതാ മേനോനെ മോശക്കാരിയാക്കാൻ ശ്രമം നടക്കുന്നുവെന്നും സിനിമാ രംഗം ആകെ കുളമാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് കേസിന് പിന്നിലെന്നും അദ്ദേഹം പറഞ്ഞു. കലാകാരന്മാർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അമ്മ സംഘടനയുടെ അവസ്ഥ വളരെ മോശമാണ്. അമ്മയുടെ നേതൃത്വത്തിലേക്ക് മോഹൻലാലോ മമ്മൂട്ടിയോ വരണമെന്നും അല്ലെങ്കിൽ വലിയ പ്രശ്നമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. സിനിമാ രംഗം ആകെ കുളമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരോമാണ് ഇത്തരം കേസുകളൊക്കെ ചേതര പേരിൽ കൊടുത്തത്. അതിൻ്റെ യാതൊരു അതിൻ്റെ ഒരു മാന്യത പോട്ടെ, നിയമപരമായിട്ടുള്ള യാതൊരു വിധ അവസ്ഥാന്തരവും ഇല്ലാത്ത ഒരു കേസ് കുത്തിപ്പൊക്കി അവരെ മോശക്കാരിയാക്കുക, അതൊന്നും നമ്മുടെ നാട്ടിൽ നടപ്പാകില്ല. അതിപ്പോൾ കോടതി സ്റ്റേ ചെയ്തിട്ടുണ്ട്. വളരെ മോശമായി പോയി എന്നാണ് എൻ്റെ അഭിപ്രായം. അമ്മയുടെ ഒരു അവസ്ഥ മോശമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്മയുടെ നേതൃത്വത്തിലോട്ട് അമ്മയെ നിയന്ത്രിക്കാൻ മോഹൻലാലോ മമ്മൂട്ടിയോ വരണം. വന്നില്ലെങ്കിൽ വലിയ പ്രശ്നം എങ്ങനെ ഉണ്ടാകും എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. കേരള ചലച്ചിത്ര അക്കാദമി സംഘടിപ്പിക്കുന്ന മേഖല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിന് കോഴിക്കോട് തുടക്കമായി. 4 ദിവസങ്ങളിലായി 58 ചിത്രങ്ങളാണ് മേളയിൽ പ്രദർശിപ്പിക്കുന്നത്. സാഹിത്യ നഗരമായതിനു ശേഷം കോഴിക്കോട് ആദ്യമായെത്തിയ മേഖല അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം. 3 തിയേറ്ററുകളിലായി ഒരു ദിവസം 15 ചിത്രങ്ങൾ വീതം പ്രദർശനം. 1500 ഡെലിഗേറ്റ്സും ഒഫീഷ്യലുകളും വളണ്ടിയർമാരും. കൈരളി, ശ്രീ കോർണേഷൻ തിയേറ്ററുകളിലാണ് സ്ക്രീനിംഗ്. തിരുവനന്തപുരത്ത് നടന്ന അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവത്തിൽ പ്രദർശിപ്പിച്ച ചിത്രങ്ങളിൽ തെരഞ്ഞെടുത്തവയാണ് കോഴിക്കോടും വിരുന്നെത്തുന്നത്. ഇറാനിയൻ സംവിധായകൻ മുഹമ്മദ് റസൂലോഫിന്റെ സീഡ് ഓഫ് എ സേക്രഡ് ഫിഗ് ആണ് ഉദ്ഘാടന ചിത്രം. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് ചെയർപേഴ്സൺ സയ്യിദ് മിർസ ചലച്ചിത്രോത്സവം ഉദ്ഘാടനം ചെയ്തു. The festival, of course, has always been a people's festival, rooted in democratic participation, known for its inclusive spirit,
and celebrated for the quality and diversity of films it presents. In fact, I must congratulate the creator and the selection committee for the wonderful job that they've been doing over the years. അന്താരാഷ്ട്ര മത്സര വിഭാഗത്തിൽ നിന്നുള്ള 14 ചിത്രങ്ങൾ, ലോക സിനിമാ വിഭാഗത്തിൽ നിന്നുള്ള 14 ചിത്രങ്ങൾ, 11 മലയാള ചിത്രങ്ങൾ, 7 ഇന്ത്യൻ സിനിമകൾ, കലഡോസ്കോപ്പ് വിഭാഗത്തിൽ നിന്നുള്ള 2 ചിത്രങ്ങൾ, വനിതാ സംവിധായകരുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയ ഫീമെയിൽ ഗേസ് വിഭാഗത്തിൽ നിന്നുള്ള 3 ചിത്രങ്ങൾ, ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാര ജേതാവ് ആൻ ഹുയിയുടെ ചിത്രം, സിനിമയിൽ 50 വർഷം പൂർത്തിയാക്കിയ ശബാന ആസ്മിക്ക് ആദരവായി അങ്കൂർ, മുൻനിര ചലച്ചിത്രമേളകളിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രങ്ങൾ എന്നിവയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്. രാമ 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 പാഹി മാം. കർക്കിടക മാസത്തിൽ ഇലക്കറികൾ കഴിക്കുന്നത് ആരോഗ്യത്തോടൊപ്പം ആയുസ്സും കൂട്ടും. പത്തിലകൾ ചേർത്ത തോരൻ കർക്കിടകത്തിൽ കഴിക്കുന്നത് ശരീരത്തിന് ബലവും രോഗങ്ങളിൽ നിന്ന് സംരക്ഷണവും നൽകും. ഓരോ സ്ഥലത്തും ലഭ്യമായ പത്തിലകളും കുട്ടികളുടെ ആഹാരക്രമത്തിൽ അവ ഉൾപ്പെടുത്തേണ്ടുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിക്കുകയാണ് പ്രശസ്ത ആയുർവേദ ഡോക്ടറും അമൃത സ്കൂൾ ഓഫ് ആയുർവേദ ആൻഡ് ഹോസ്പിറ്റലിലെ ബാലരോഗ വിഭാഗം മേധാവിയുമായ ഡോക്ടർ ദീപ്തി ബാലകൃഷ്ണൻ. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഡോക്ടർ ദീപ്തി ബാലകൃഷ്ണൻ. ബാലരോഗ വിഭാഗത്തിലെ പ്രൊഫസർ ആൻഡ് HOD ആയി അമൃത സ്കൂൾ ഓഫ് ആയുർവേദയിൽ ഞാൻ പ്രവർത്തിക്കുന്നു. ഇന്നത്തെ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലെ പത്തിലകളുടെ പ്രാധാന്യം കുട്ടികളിൽ എന്നതാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാലോ, കർക്കിടകം എന്ന് പറയുമ്പോൾ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസമാണല്ലോ കർക്കിടകം. അപ്പം കുട്ടികളിൽ ഈ കാലഘട്ടത്തിൽ ദഹനം വളരെ കുറവും ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വളരെ കുറഞ്ഞിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കുട്ടികൾക്ക് രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനായിട്ട് പത്തിലകൾ കൊടുക്കാവുന്നതാണ്. പുരാതന കാലം തൊട്ടേ കേരളത്തിൽ പത്തിലകൾ കൊടുത്തിരുന്നു. പക്ഷേ സ്ഥലങ്ങൾക്കനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ പത്തിലകളിൽ വന്നിരുന്നു. ഞാനിവിടെ പറയാൻ പോകുന്ന പത്തിലകൾ എന്ന് പറയുന്നത് മത്തൻ്റെ ഇല, കുമ്പളത്തിൻ്റെ ഇല, വെള്ളരിയുടെ ഇല, ചേമ്പില, ചേനയില, തകരയില, തഴുതാമയില, ചീരയില, കീഴാനെല്ലി ഇവയൊക്കെയാണ്. ഇപ്പോൾ ഓരോന്നിൻ്റെയും ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മത്തൻ്റെ ഇല ഇരുമ്പിൻ്റെ അംശം കൂടുതലുള്ളത് കൊണ്ട് തന്നെ രക്തത്തിൻ്റെ അളവ് കുട്ടികളെ കൂട്ടുന്നതാണ്. പിന്നെ വെള്ളരിയുടെ ഇലയാണെങ്കിൽ കുട്ടികളിൽ നിർജ്ജലീകരണം ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു. കുമ്പളത്തിൻ്റെ ഇലയാണെങ്കിൽ മീഥ്യമായിട്ടാണ് അത് ആക്ട് ചെയ്യുന്നത്, അതായത് കുട്ടികളുടെ ബ്രെയിനിൻ്റെ വളർച്ചയെ സഹായിക്കുന്നതാണ്. ചീരയില രക്തത്തിൻ്റെ ശുദ്ധിയെ കൂട്ടുന്നതാണ്, അതുകൊണ്ട് തന്നെ രക്തത്തിൻ്റെ അളവ് കൂട്ടാനും സഹായിക്കുന്നു. തകരയില ത്വക്ക് സംബന്ധമായ രോഗങ്ങളിലാണ് നമ്മൾ കൂടുതലായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത് ത്വക്കിൻ്റെ ആരോഗ്യത്തിന് ഉപയോഗിക്കാവുന്നതാണ്. തഴുതാമയില കിഡ്നി സംബന്ധമായ രോഗങ്ങളിലാണ് നമ്മൾ തഴുതാമ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് കിഡ്നിയുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ്. കീഴാർനെല്ലി ഇലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കീഴാർനെല്ലി കരൾ സംബന്ധമായ രോഗങ്ങളിലാണ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ കീഴാർനെല്ലി ഇവിടെ കരളിന് ആരോഗ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ചീരയില രക്തത്തിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു. ഇതൊക്കെയാണ്. ചേമ്പിലയാണെങ്കിൽ ചേമ്പില നമ്മുടെ രക്തത്തെ ശുദ്ധീകരിക്കുകയും രക്തത്തിൻ്റെ അളവ് കൂട്ടുകയും ചെയ്യുന്നു. ചേനയില ഹോർമോണൽ ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് സഹായിക്കുന്നു. താളില രക്തത്തെ ശുദ്ധീകരിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പത്തിലകളായിട്ട് പറയുന്നത്. ഇത് നമുക്ക് തോരൻ വെച്ച് കൊടുക്കാം, അതായത് തേങ്ങയൊക്കെ ഇട്ട് തോരൻ വെച്ച് കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇത് ചെറുതായിട്ട് വേവിച്ചിട്ട് നമുക്ക് ചപ്പാത്തിയിലൊക്കെ സ്റ്റഫ് ചെയ്തിട്ടോ ദോശയിൽ ചേർത്തിട്ടോ ഒക്കെ കൊടുക്കാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കുട്ടികളിൽ കർക്കിടക മാസത്തിൽ ഈ പത്തിലകൾ ഉപയോഗിക്കണമെന്ന് ഞാൻ പറയുന്നു. നന്ദി, നമസ്കാരം.